അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 7ാം ക്ലാസ്സിലെ ഫിഖ്ഹുൽ ഇസ്ലാമിലെ 15ാമത്തെ ചാപ്റ്റർ വൽ തക്കും മിൻകും ഉമ്മത്തുൻ, നിങ്ങളിൽ നിന്നൊരു സമൂഹം ഉണ്ടായിക്കൊള്ളട്ടെ എന്നർത്ഥം വരുന്ന പാഠാവേദന. ഈ പാഠത്തിൽ പറയുന്നത് എന്താണ് ഫർള് കിഫായ. ചിലർ ചെയ്താൽ എല്ലാവരും കുറ്റമുക്തരാകുന്നതും ആരും ചെയ്തില്ലെങ്കിൽ എല്ലാവരും കുറ്റക്കാരാകുന്നതുമായ കാര്യമാണ് ഫർള് കിഫായ. എന്നാൽ ഫർള് കിഫായയുടെ പ്രതിഫലം ചെയ്തവർക്ക് മാത്രമേ ലഭിക്കൂ. പാഠത്തിലെ പ്രധാനപ്പെട്ട 10 ഫർള് കിഫായകൾ പറയുന്നു. അത് ഏതൊക്കെയാണ് ഇൻഷാ അല്ലാഹ് നമുക്ക് നോക്കാം. നമുക്ക് വായിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അല്ലാഹു തആല നിശ്ചയിച്ച പരിധികൾ പാലിക്കുന്നവന്റെയും ലംഘിക്കുന്നവന്റെയും ഉപമ കപ്പൽ യാത്രക്കാരുടേതാണ്. ലംഘിക്കുക പറഞ്ഞാല് അത് ചെയ്യാതിരിക്കാം. ഉപമ എന്ന് പറഞ്ഞാൽ ഉദാഹരണം ഒരു കപ്പൽ യാത്രക്കാരുടേതാണ്. അവരിൽ ചിലർ കപ്പലിന്റെ താഴെത്തട്ടിലും ചിലർ മുകളിലെ തട്ടിലുമായിരുന്നു. താഴെയുള്ളവർ വെള്ളം ആവശ്യമായപ്പോൾ മുകളിലെ തട്ടിലുള്ളവരോട് പറഞ്ഞു, ഞങ്ങൾ കപ്പലിന്റെ അടിയിൽ ഒരു ദ്വാരമുണ്ടാക്കി വെള്ളമെടുക്കാം. മുകളിലെ തട്ടിലുള്ളവർ താഴെ തട്ടിലുള്ളവരുടെ ഈ തീരുമാനം അംഗീകരിച്ചാൽ എല്ലാവരും മുങ്ങി മരിക്കും, തടഞ്ഞാൽ എല്ലാവരും രക്ഷപ്പെടും. തെറ്റ് ചെയ്യുന്നവർ ഉപദേശിക്കലും അതിൽ നിന്ന് മാറി നിൽക്കാൻ ആജ്ഞാപിക്കലും ഫർള് കിഫായാണ്. ചിലർ ചെയ്താൽ എല്ലാവരും കുറ്റമുക്തരാകുന്നതും ആരും ചെയ്തില്ലെങ്കിൽ എല്ലാവരും കുറ്റക്കാരാകുന്നതുമായ കാര്യമാണ് ഫർള് കിഫായ. എന്നാൽ ഫർള് കിഫായയുടെ പ്രതിഫലം അത് ചെയ്തവർക്ക് മാത്രമേ ലഭിക്കൂ. പ്രധാനപ്പെട്ട ഫർള് കിഫായകൾ താഴെ പറയുന്നു. 1. വിശ്വാസകാര്യങ്ങൾ സമർത്ഥിക്കുകയും സ്ഥിരപ്പെടുത്തുകയും ചെയ്യുക. അല്ലാഹു തആലയുടെ ആസ്തിക്യം, നുബുവത്ത്, അന്ത്യനാള്, മഹ്ശർ തുടങ്ങിയ വിശ്വാസകാര്യങ്ങൾ സ്ഥിരപ്പെടുത്തുക. തെറ്റിദ്ധാരണകൾ തിരുത്തുക. ജനങ്ങളെ ദീനിൽ ഉറപ്പിച്ചു നിർത്താൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുക. 2. ദീനി വിജ്ഞാനങ്ങൾ പഠിക്കുക, പഠിപ്പിക്കുക. തഫ്സീർ, ഹദീസ്, ഫിഖ് തുടങ്ങിയ ശരീഅത്തിന്റെ വിജ്ഞാനങ്ങൾ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുക. 3ാമത്തെ കാര്യം സ്വാന്തന പ്രവർത്തനങ്ങൾ നടത്തുക. ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, ചികിത്സ, വിദ്യാഭ്യാസം തുടങ്ങിയ അടിസ്ഥാന ആവശ്യങ്ങൾ ലഭിക്കാതെ പ്രയാസം അനുഭവപ്പെടുന്നവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക. 4ാമത്തത് നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക. ശറഅയിൽ വാജിബായ കാര്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയും ഹറാമായ കാര്യങ്ങളിൽ നിന്ന് അവരെ തടഞ്ഞു നിർത്തുകയും ചെയ്യുക. അത് ഫലപ്രദമല്ലെന്നറിഞ്ഞാലും പ്രകാരം ചെയ്യണം. 5ാമതായി ഓരോ വർഷവും ഹജ്ജ് ഉംറയും നിർവഹിക്കുക. 6. ജനാസ സംസ്കരണം അഥവാ ജനാസ കുളിപ്പിക്കുക, കഫൻ ചെയ്യുക, നിസ്കരിക്കുക, മറമാടുക തുടങ്ങിയ കാര്യങ്ങൾ ജനാസ സംസ്കരണത്തിന്റെ ഭാഗമാണ്. 7. ഒന്നിലധികം ആളുകളോട് സലാം അടക്കൽ. ഒരാൾ മടക്കിയാൽ മതി. അന്യ പുരുഷനോട് സലാം പറയലും മടക്കലും സ്ത്രീക്ക് ഹറാമാണ്. അന്യ സ്ത്രീയോട് സലാം പറയലും മടക്കലും പുരുഷന് കറാഹത്താണ്. എന്നാൽ ഒരു സംഘം സ്ത്രീകളോട് സലാം പറഞ്ഞാൽ ഏതെങ്കിലും ഒരാൾ സലാം അടക്കൽ നിർബന്ധവുമാണ്. സലാം പറയൽ സുന്നത്താണ്. ഒരാളോടാണ് പറഞ്ഞതെങ്കിൽ മടക്കൽ ഫർള് ഐനാണ്. എന്നാൽ ഫാസിഖിനും മുബ്തദിഇനും സലാം പറയാനോ മടക്കാനോ പാടില്ല. വിസർജനം നടത്തുന്നവരോടും വായിൽ ഭക്ഷണമുള്ളവരോടും സലാം പറയൽ സുന്നത്തില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്നാണ് സലാമിന്റെ പൂർണ്ണരൂപം. വഅലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്നാണ് മടക്കുന്നതിന്റെ പൂർണ്ണരൂപം. കണ്ടുമുട്ടുമ്പോൾ ചെറിയവർ വലിയവരോടും നടക്കുന്നവൻ നിൽക്കുന്നവനോടും വാഹനത്തിലുള്ളവർ അല്ലാത്തവരോടും കുറഞ്ഞ സംഘം കൂടുതലുള്ള സംഘത്തോടും സലാം പറയലാണ് സുന്നത്ത്. സലാം പറയുമ്പോൾ മുസാഫത്ത് ചെയ്യലും, മുസാഫത്ത് കൈ പിടിക്കാം, ഷെയ്ഖാൻഡ് ചെയ്യാം. സ്വാലിഹായ വ്യക്തിയുടെ കൈ ചുംബിക്കലും സുന്നത്താണ്. തല കുനിച്ച് അഭിവാദം ചെയ്യൽ കറാഹത്താണ്. 8ാമത്തത് വൈദ്യശാസ്ത്രം, എഞ്ചിനീയറിംഗ്, നിയമം, കാർഷികം, കെട്ടിട നിർമ്മാണം തുടങ്ങിയ ജനങ്ങൾക്ക് പൊതുവായി ആവശ്യമാവുന്ന മേഖലകളിൽ ആവശ്യമായത്ര ആളുകൾ ഉണ്ടാവുക. 9. ധർമ്മസമരം നടത്തുക. ദീനീ പ്രചാരണത്തിന്റെ മാർഗങ്ങൾ സുഗമമാക്കുക. അക്രമികളെ തടയാനും പീഡനം അനുഭവിക്കുന്നവരെ മോചിപ്പിക്കാനും ധർമ്മസമരം നടത്തുക. 10. സാക്ഷി നിൽക്കുക. വിവാഹം, സാമ്പത്തിക ഇടപാടുകൾ, കരാർ പത്രങ്ങൾ തുടങ്ങിയവർക്ക് സാക്ഷി ആവശ്യമാകുമ്പോൾ അത് നിർവഹിക്കുക. ഇതാണ് പ്രധാനപ്പെട്ട ഫർള് കിഫായകൾ. ഇനി നമുക്ക് തദ്രീബാത്ത് വായിക്കാം. 1ാമതായി നസ്സിൽ ചേർത്ത് എഴുതാം. അതിലൊന്ന്, സ്ത്രീ അന്യപുരുഷന് സലാം പറയൽ. ലെറ്റർ സി ഹറാം. 2. സ്വാലിഹായ വ്യക്തിയുടെ കൈ ചുംബിക്കൽ. ലെറ്റർ ഡി സുന്നത്ത്.
മൂന്നാമത്തത് തല കുനിഞ്ഞ് അഭിവാദ്യം ചെയ്യൽ ലെറ്റർ ബി കറാഹത്ത്. 4 സ്വാന്തന പ്രവർത്തനങ്ങൾ നടത്തൽ ലെറ്റർ എ ഫർള് കിഫായ. രണ്ടാമത്തെ ആക്ടിവിറ്റി നുജീബുത്തരം എഴുതാം. ഒന്നാമത്തെ ചോദ്യം, എന്താണ് ഫർള് കിഫായ? ചിലർ ചെയ്താൽ എല്ലാവരും കുറ്റമുക്തരാകുന്നതും ആരും ചെയ്തില്ലെങ്കിൽ എല്ലാവരും കുറ്റക്കാരാകുന്നതുമായ കാര്യമാണ്. രണ്ടാമത്തെ ചോദ്യം, വിശ്വാസകാര്യങ്ങൾക്ക് 4 ഉദാഹരണങ്ങൾ എഴുതുക. അള്ളാഹുവിന്റെ ആസ്തിക്യം, നുബുവത്ത്, അന്ത്യനാള്, മഹ്ശർ. മൂന്നാമത്തെ ചോദ്യം, സ്വാന്തന പ്രവർത്തനം എന്നാൽ എന്ത്? ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, ചികിത്സ, വിദ്യാഭ്യാസം തുടങ്ങിയ അടിസ്ഥാന ആവശ്യങ്ങൾക്ക്. നാലാമത്തെ ചോദ്യം, ജനാസ സംസ്കരണത്തിന്റെ ഘടകങ്ങൾ ഏതെല്ലാം? ജനാസ കുളിപ്പിക്കുക, കഫൻ ചെയ്യുക, നിസ്കരിക്കുക, മറമാടുക തുടങ്ങിയവ. അഞ്ചാമത്തെ ചോദ്യം, സലാം പറയൽ സുന്നത്തില്ല ആർക്ക്? വിസർജനം നടത്തുന്നവരോടും വായിൽ ഭക്ഷണമുള്ളവരോടും. ആറാമത്തെ ചോദ്യം, സലാം പറയാൻ പാടില്ല ആരോട്? ഫാസിഖിനും മുബ്തദിഇനും സലാം പറയാനോ മടക്കാനോ പാടില്ല. ഇനി അടുത്ത ആക്ടിവിറ്റി മുക്കമ്മിൽ പൂരിപ്പിക്കാം. ഒന്നാമത്തത് പുരുഷൻ അന്യ സ്ത്രീക്ക് സലാം പറയൽ കറാഹത്താണ്. 2 സലാം പറയുമ്പോൾ മുസാഫഹത്ത് ചെയ്യൽ സുന്നത്താണ്. 3 തെറ്റ് ചെയ്യുന്നവർ ഉപദേശിക്കൽ ഫർള് കിഫയാണ്. 4 ദീനി വിജ്ഞാനങ്ങൾ പഠിക്കലും പഠിപ്പിക്കലും ഫർള് കിഫയാണ്. 5 ചെറിയവർ വലിയവർക്ക് സലാം പറയണം. ഇനി നാലാമത്തെ ആക്ടിവിറ്റി തഖ്സീസ്. 1 ഫർള് കിഫായായ 10 കാര്യങ്ങൾ ചാർട്ടിൽ എഴുതി തയ്യാറാക്കലാണ്. നമ്മൾ പാഠത്തിൽ പറഞ്ഞ ആ 10 കാര്യങ്ങൾ ഒരു ചാർട്ടിൽ വൃത്തിയായി എഴുതി തയ്യാറാക്കാം. രണ്ടാമത്തത് പാഠത്തിന്റെ ആദ്യ ഭാഗത്തെ ഹദീസ് കുട്ടികൾ ചർച്ച ചെയ്യുക, ഗുണപാഠം ക്ലാസ്സിൽ അവതരിപ്പിക്കുക. നമ്മൾ പാഠത്തിന്റെ ഫസ്റ്റ് പറഞ്ഞ ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കപ്പലിനോട് ഉപമിച്ച, കപ്പൽ യാത്രക്കാരോട് ഉപമിച്ച് പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, അതിന്റെ ഗുണപാഠം എന്താണ് എന്നുള്ളതാണ്. നന്മ ചെയ്യുന്ന ആളുകള് തിന്മ ചെയ്യുന്ന ആളുകളെ ഉപദേശിച്ചാൽ അല്ലെങ്കിൽ അതിൽ നിന്നവരെ തടഞ്ഞാൽ ആ നന്മ ചെയ്ത ആളുകൾക്ക് പുറമെ ഈ തിന്മ ചെയ്യുന്ന ആളുകളും രക്ഷപ്പെട്ട് സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ്. 3 വീട്ടുകാർക്ക് സലാം പറയാറുള്ള കുട്ടികൾ ലിസ്റ്റ് തയ്യാറാക്കി ക്ലാസ്സിൽ പ്രദർശിപ്പിക്കുക. ഓരോ ക്ലാസ്സിലും ചെയ്യേണ്ട കാര്യമാണ്. അള്ളാഹു എല്ലാ നന്മകളും ചെയ്യാനുള്ള ഭാഗ്യം നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.